ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്. ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ വീഡിയോയില് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്തതിൽ നിന്ന് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, നമ്മള് ഈസ് ആറിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കി, ക്വസ്റ്റ്യൻസ് നോക്കി, പോസിറ്റീവ് നെഗറ്റീവ് സെന്റൻസുകൾ നോക്കി, അതുപോലെ തന്നെ വാസ് വേറും കൂടെ കാര്യം കൂടെ നമ്മൾ നോക്കി. വാസ് വേർ എന്തിനാണ്, എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതും കൂടെ നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലെ. ഇനി നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് കടക്കാണ്. ഓക്കെ, അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ? നമ്മൾ ഡെയിലി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. രാവിലെ മുതൽ രാത്രി വരെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാറാണെങ്കിൽ നമ്മൾ എന്നും ഭക്ഷണം കഴിക്കാറുണ്ട്, എന്നും നമ്മൾ കുളിക്കാറുണ്ട്, ബ്രഷ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ നമ്മൾ മൊബൈൽ ചെക്ക് ചെയ്യാറുണ്ട്, ചിലപ്പോൾ നമ്മൾ ഫ്രണ്ട്സിനെ കോൾ ചെയ്യാറുണ്ട്. അപ്പൊ ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ ഒട്ടുമിക്ക ദിവസങ്ങളും നമ്മൾ ചില കാര്യങ്ങൾ അങ്ങനെയൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ എങ്ങനെയാണ് പറയുന്നത്, ആ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാറുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോ ഞാനതിന്റെ ഒരു എക്സാമ്പിൾ പറയാം. എനിക്കിപ്പോ ഒരാളോട് ചോദിക്കണം, നീ എന്നും രാവിലെ 8 മണിക്ക് ഭക്ഷണം കഴിക്കാറുണ്ടോ? രാവിലെ നീ എന്നും ഓഫീസിൽ പോകാറുണ്ടോ? നീ എന്നും ഫ്രണ്ട്സിനെ വിളിക്കാറുണ്ടോ? ഇങ്ങനെ ഉണ്ടോ, ചെയ്യാറുണ്ടോ, റുണ്ടോ ഇങ്ങനെ നമ്മൾ ചോദിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അത് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് ഇങ്ങനെയാണ്. ഡു യു ഈറ്റ് ബിരിയാണി എവറി ഡേ? നിങ്ങൾ എല്ലാ ദിവസവും ബിരിയാണി കഴിക്കാറുണ്ടോ? ഡു യു ഗോ ടു ഓഫീസ് എവറി ഡേ? നിങ്ങൾ ഓഫീസിൽ പോകാറുണ്ടോ? എല്ലാ ദിവസവും ഓഫീസിൽ പോകാറുണ്ടോ? അതോ മടി പിടിച്ച് വീട്ടിലിരിക്കുകയാണോ എന്നാണ് അവിടെ ചോദിക്കുന്നത്. ഓക്കെ, ഡു യു കോൾ യുവർ ഫ്രണ്ട്സ് എവറി ഡേ? നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സിനെ വിളിക്കാറുണ്ടോ? ഡു യു പ്ലേ ക്രിക്കറ്റ് എവറി ഡേ? നിങ്ങൾ ക്രിക്കറ്റ് എല്ലാ ദിവസവും ക്രിക്കറ്റ് കളിക്കാറുണ്ടോ? ഡു യു ഡ്രിങ്ക് മിൽക്ക് എവറി ഡേ? നിങ്ങൾ പാല് കുടിക്കാറുണ്ടോ? ഡു യു ഡ്രിങ്ക് കോഫി എവറി ഡേ? നിങ്ങൾ ചായ കുടിക്കാറുണ്ടോ? ഡു യു ഈറ്റ് ഇഡ്ലി എവറി ഡേ ഓർ ഡു യു ഈറ്റ് ചപ്പാത്തി എവറി ഡേ? എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങൾ ഇഡ്ലി കഴിക്കാറുണ്ടോ അല്ലെങ്കിൽ ചപ്പാത്തി കഴിക്കാറുണ്ടോ, എല്ലാ ദിവസവും കഴിക്കാറുണ്ടോ? ഇനി അവിടെ എവറി ഡേ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്കത് ഈ രീതിയിൽ ചോദിക്കാം. ഡു യു ഈറ്റ് ബിരിയാണി? നിങ്ങൾ ബിരിയാണി കഴിക്കാറുണ്ടോ? ആ ഒരു അർത്ഥമാണ് അവിടെ വരുന്നത്. അതായത് സാധാരണ നിങ്ങൾ ബിരിയാണി കഴിക്കാറുണ്ടോ എന്നാണ് അവിടെ ചോദ്യമായിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ എങ്ങനെ ഉത്തരം പറയാം? യെസ് ഐ ഡു എന്ന് പറയാം, അല്ലെങ്കിൽ പറയും നോ ഐ ഡോണ്ട്. ഞാൻ കഴിക്കാറുണ്ട് എന്നുള്ളത് പറയാം, അല്ലെങ്കിൽ ഞാൻ കഴിക്കാറില്ല. രണ്ടും നിങ്ങൾക്ക് ഉത്തരങ്ങളായിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോ ഈ ഡു ഉപയോഗിക്കുന്നത് ആരുടെ കൂടെയൊക്കെയാണ് എന്നുള്ളതും ഞാനിവിടെ പറയാം. ഐ, യു, ദേ, വി, ഇത്രയും ആൾക്കാരുടെ കൂടെയാണ് നമ്മൾ ഡു ഉപയോഗിക്കുന്നത്. ഇത്ര ആൾക്കാരുടെ കൂടെ മാത്രമേ ഡു ഉപയോഗിക്കുകയുള്ളൂ എന്നുള്ള കാര്യം കൂടെ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. സോ ഡു യു, അതുപോലെ തന്നെ ഡു ദേ, ഡു വി, ഡു ഐ എന്ന് വെച്ചിട്ട് വേണം നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ. അപ്പൊ ഡു ഐ ഈറ്റ് ബിരിയാണി? ഞാൻ ബിരിയാണി കഴിക്കാറുണ്ടോ? ചില സന്ദർഭങ്ങളിൽ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാവുന്ന ചില കാര്യങ്ങളാണ് അത്. ഓക്കെ, ഞാനിങ്ങനെ ചെയ്യാറുണ്ടോ എന്ന് നമ്മൾ ചിലപ്പോഴൊക്കെ ചോദിക്കാറുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് അവിടെ നേരത്തെ അത് ഉപയോഗിക്കാം. യു നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ആള് അത് ചെയ്യാറുണ്ടോ എന്നുള്ളത് നമ്മൾ ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ഡു ദേ പ്ലേ ക്രിക്കറ്റ്? അവർ ക്രിക്കറ്റ് കളിക്കാറുണ്ടോ? അതേപോലെ തന്നെ ഡു വി ഈറ്റ് ബിരിയാണി? ഡു വി റൈഡ് എ ബൈസൈക്കിൾ? ഡു വി ഡ്രൈവ് കാർ? ഇതൊക്കെ നമ്മൾ ഇതൊക്കെ ചെയ്യാറുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ ചോദിക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഓർത്താൽ മതി. ഇതെല്ലാം പ്രവർത്തികളാണ്, നമ്മൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ ചെയ്യാറുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ആരുടെയൊക്കെ കൂടെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഡു എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഐ, യു, ദേ, വി എന്ന ആൾക്കാരുടെ കൂടെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കാറ്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ കുറച്ചും കൂടി എക്സാമ്പിൾസ് ഞാൻ ഇടുന്നതായിരിക്കും, അതൊക്കെ ഒന്ന് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിലൂടെ അറിയിക്കുക.